വെൽക്കം. തഹമനാണ്. നർവസ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിലെ അസെൻഡിങ് ട്രാക്സുകളെ പറ്റിയുള്ള വീഡിയോ ആണ്. അസെൻഡിങ് ട്രാക്സ്. സോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് ബ്രെയിൻ അറിയുന്നുണ്ട്. ആൻഡ് ഈ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ബ്രെയിൻ പറയും അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ ശരീരഭാഗങ്ങളോട് പറയുകയും മറുപടിയും കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ബ്രെയിൻ അറിയാൻ ബ്രെയിനിലേക്ക് മെസ്സേജുകൾ പോകണം. അപ്പോൾ ഇതിനൊരു വഴി വേണം, പാത്ത് വേ വേണം. നെർവുകളിലൂടെ അല്ലെങ്കിൽ നെർവിന്റെ ആക്സോണിന്റെ ബണ്ടിൽസിലൂടെ വേണം ഈ മെസ്സേജുകൾക്ക് സഞ്ചരിക്കാൻ. സോ ഇതിപ്പോൾ എൻ്റെ കൈയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തുടങ്ങി അത് ബ്രെയിൻ വരെ എത്തുന്ന പാത്ത് വേ ആണ് നമ്മൾ പറയുക അസെൻഡിങ് പാത്ത് വേ എന്ന് പറയും. ബ്രെയിനിലേക്ക് പോകുന്നതാണ്, അതുകൊണ്ടാണ് അസെൻഡിങ്. ബ്രെയിൻ തലയുടെ മുകളിലാണ്, അസെൻഡ് ചെയ്യുകയാണ്. അപ്പം അസെൻഡിങ് പാത്ത് വേ, അതുകൊണ്ടാണ് അസെൻഡിങ് പാത്ത് വേ എന്ന് പറയാം. സോ ഇത് തന്നെ ഇവിടെയുള്ള വിവരങ്ങളാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. സോ ദിസ് ഈസ് സെയിം ആസ് സെൻസറി പാത്ത് വേ. സോ സെൻസറി പാത്ത് വേ എന്ന് പറഞ്ഞാലും അസെൻഡിങ് പാത്ത് വേ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. സോ സെൻസറി പാത്വേസ് ആർ അസെൻഡിങ് പാത്വേസ്. അപ്പൊ നമ്മുടെ ബ്രെയിനിലെ സെൻസറി കോർട്ടക്സ് ഈ വിവരങ്ങൾ അറിഞ്ഞു, ഇവിടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിന്റെ റിപ്ലൈ മറുപടിയായിട്ട് വരണം. ഇതും ഒരു പാത്വേ വഴി തന്നെ തിരിച്ചു വരണം. സോ ബ്രെയിനിന്റെ പ്രൈമറി മോട്ടോർ കോർട്ടക്സ്, സോ റിപ്ലൈ വരുന്നത് മോട്ടോർ കോർട്ടക്സിൽ നിന്നാണ്. സോ അത് റിപ്ലൈ വരുന്നതാണ് നമ്മൾ മോട്ടോർ പാത്വേ എന്ന് പറയുന്നത്. സോ മോട്ടോർ പാത്വേസ് ആർ അപ്പോൾ ഡിസെൻഡിങ് പാത്വേസ് ആണ്. സോ ഡിസെൻഡിങ് പാത്വേസ്. സോ ബ്രെയിനിന്റെ നിർദ്ദേശങ്ങളാണ് ഈ വരുന്നത്, തിരിച്ചു വരുന്നത്. സോ ഡിസെൻഡിങ് പാത്വേസ് ആർ മോട്ടോർ പാത്വേസ് ആൻഡ് അസെൻഡിങ് പാത്വേസ് ആർ സെൻസറി പാത്വേസ്. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അസെൻഡിങ് പാത്വേ, അസെൻഡിങ് ട്രാക്ട് ആൻഡ് ഡിസെൻഡിങ് ട്രാക്ട് എങ്ങനെയൊക്കെയാണ്, വഴി ഏതാണ്. അസെൻഡിങ് എന്ന് പറയുമ്പോൾ ബ്രെയിനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ എൻ്റെ കൈയാണെന്ന് വിചാരിക്കുക, അവിടെ കയ്യിൽ നിന്നൊരു മെസ്സേജ് പോകണമെങ്കിൽ ആദ്യം ഈ മെസ്സേജ് ഇതാ ഇവിടെയൊക്കെ സ്പൈനൽ കോഡാണ്. ഇതൊരു സ്പൈനൽ കോഡ് സെഗ്മെന്റ് ആണ്, ഇത് വേറൊരു സ്പൈനൽ കോഡ് സെഗ്മെന്റ് ആണ്. സ്പൈനൽ കോഡിൽ എത്തണം. സ്പൈനൽ കോഡിൽ നിന്ന് പോയി ബ്രെയിനിന്റെ സെർബ്രത്തിന്റെ ഗേറ്റ് വേ ആയിട്ടുള്ള തലാമസിൽ എത്തണം. തലാമസ് ട്രാക്ട് എന്ന് വിളിക്കാം. സോ സ്പൈനോ തലാമിക് ട്രാക്ട്. ആദ്യം സ്പൈനൽ കോഡ്, ദെൻ തലാമസ്. സോ സ്പൈനോ തലാമിക് ട്രാക്ട്. ദെൻ അവിടെ നിന്നാണ് ദെൻ കോർട്ടക്സിലേക്ക് പോവുക. അപ്പോൾ സെൻസറി അസെൻഡിങ് ട്രാക്ട്സിനെ നമ്മൾ വിളിക്കുക സ്പൈനോ തലാമിക് ട്രാക്റ്റുകൾ എന്നാണ് വിളിക്കുക. സോ നമ്മൾ അപ്പോൾ ഈ വീഡിയോയിൽ പറയുക സ്പൈനോ തലാമിക് ട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്, സെൻസറി പാത്വേനെ കുറിച്ചിട്ടാണ്, അസെൻഡിങ് പാത്വേ എല്ലാം സെയിം ആണ്. സോ ആദ്യം സ്പൈനൽ കോഡ്, ദെൻ തലാമസ്, മുകളിലേക്ക് പോകുന്നു. അപ്പോൾ മോട്ടോർ എന്ന് പറയുമ്പോൾ മോട്ടോർ ബ്രെയിനിലെ കോർട്ടക്സിൽ നിന്ന് ആരംഭിച്ച് സ്പൈനൽ കോഡിലേക്ക് ഇത് കോർട്ടക്സിൽ നിന്ന് ആരംഭിച്ച് താഴേക്ക് ഇങ്ങോട്ട് റെഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഒന്ന് സ്പൈനൽ കോഡിൽ വരികയാണ്. സ്പൈനൽ കോഡിൽ നിന്ന് ഓർഗനിലേക്ക് പോവുക. അപ്പോൾ ഇത് ഡിസെൻഡിങ് മോട്ടോർ ട്രാക്ട്സ് ആർ. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ പേര് കൊടുക്കും ഇതിനെ? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അതിന്റെ പേര് ആദ്യം കോർട്ടിക്കോ. എവിടെയാണ് വരുന്നത്? സ്പൈനൽ കോഡ്. സോ അത് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്സ് ആണ്. സോ കോർട്ടിക്കോ ആദ്യം, സ്പൈനൽ രണ്ടാമത്. സോ ഇതാണ് ബ്രെയിനിലേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള രണ്ട് വഴികൾ. മുകളിലേക്ക് പോകുന്നത് സ്പൈനോ തലാമിക് ട്രാക്ട് ഓർ അസെൻഡിങ് ട്രാക്ട്. താഴത്തേക്ക് വരുന്നത് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ഓർ മോട്ടോർ ട്രാക്ട് ഓർ ഡിസെൻഡിങ് ട്രാക്ട്സ്. ഇനി അടുത്ത കാര്യം, ഇത് ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരൊറ്റ ഒരു ന്യൂറോണിലൂടെ അല്ല പോവുക. ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും പുതിയ ആൾ തുടങ്ങും. നമ്മുടെ ഒളിമ്പിക്സിലൊക്കെ റിലേ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം 100 മീറ്റർ ഒരാളോടും, പിന്നെ 100 മീറ്റർ അടുത്ത ആളോടും, പിന്നെ അടുത്ത ആൾ, ഇങ്ങനെ പോകുന്നത് പോലെ ഇവിടെ 3 സെറ്റ് ഓഫ് ന്യൂറോൺസ് അല്ലെങ്കിൽ ട്രാക്സ്. ന്യൂറോണിന്റെ വൈറ്റ് മാറ്റർ ആണല്ലോ അല്ലെങ്കിൽ ആക്സോൺ ആണ് നമ്മൾ ട്രാക്സ് എന്ന് പറയാം. അത് 3 വഴികളിലൂടെയാണ്, 3 പേരാണ് പോകുക. സോ ആദ്യം ഇപ്പോൾ മുകളിലേക്ക് പോകുന്ന കൂട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് ആരംഭിച്ച് ഇവിടം വരെയുള്ളത് അത് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ആയിരിക്കും. ആദ്യത്തെ ആള് ഫസ്റ്റ് ഓർഡർ. അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലം വരെ സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ആയിരിക്കും. ഇപ്പോൾ അത് തലാമസിലേക്കാണ് എത്തിയെന്ന് വിചാരിക്കുക, അവിടെ നിന്നും സെൻസറി കോർട്ടക്സിലേക്ക് പോകുന്നത് തേർഡ് ഓർഡർ ന്യൂറോൺസ് ആയിരിക്കും. സോ എങ്ങനെയായാലും 3 സെറ്റ് ഓഫ് ന്യൂറോൺസ് എന്തായാലും കാണും. അത് മുകളിലേക്കുള്ള സെൻസറി ട്രാക്ട് ആയാലും മുകളിൽ നിന്ന് താഴേക്കുള്ള മോട്ടോർ ട്രാക്ട് ആയാലും there will be a first order neuron, there will be second order neuron and there will be third order neuron. ഇത്രയും ആൾക്കാർ ഏറെയൊക്കെയാണ്. ആ വഴികൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മൾ അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും നമ്മൾക്ക് പറയുന്നത്. നമുക്ക് ആദ്യം ബ്രെയിനിലേക്ക് പോകുന്ന സെൻസേഷൻസ് ആയിട്ട് പോകുന്ന സെൻസറി അസെൻഡിങ് ട്രാക്ട്സിനെ കുറിച്ച് പറയാം. സെൻസറി അസെൻഡിങ് ട്രാക്ട്സ് ഓർ അസെൻഡിങ് ട്രാക്ട്സ് ഓർ അസെൻഡിങ് പാത്വേസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മോട്ടോർ ട്രാക്റ്റുകളെ കുറിച്ച്, താഴത്തേക്ക് വരുന്നതിനെ കുറിച്ച് പറയാം. ഇത് തന്നെ കുറച്ചുണ്ട് പറയാം. ആൻഡ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പാത്വേ എന്ന് വെച്ചാൽ ഒറ്റ ഒരു പാത്വേ അല്ല, 2 തരമുണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ 3 തരം എന്ന് പറയാം.
എങ്കിലും ബേസിക്കലി നമുക്ക് രണ്ടാക്കും. ഒന്ന് ആൻറ്ററോ എന്ന് വെച്ചാൽ മുൻവശമാണ്, ലാറ്ററൽ സൈഡ് വശമാണ് പാത്വേ. ഈസിയാണ്. ആൻറ്ററോ മുൻവശത്ത് കൂടിയും സൈഡിൽ കൂടിയും പോകണം പാത്വേ. രണ്ട് ഡോർസൽ കോളം അല്ലെങ്കിൽ അതിനെ ഡോർസൽ കോളം മീഡിയൽ ലെംനിസ്കസ് പാത്വേ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വെറുതെ പോസ്റ്റീരിയർ പുറകുവശത്ത് കൂടി പോണ പാത്വേ എന്നും വിളിക്കാം. പേരൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് സിമ്പിളാണ്. ആൻഡ് വേറൊരു കാര്യമുള്ളത്, ഈ പോകുന്ന പാത്വേ ഈ വഴി കൂടി പോകുന്ന മെസ്സേജസ് അല്ല ഈ വഴി കൂടി പോകുന്നത്. ഉദാഹരണത്തിന് ഇത് വേദനയെ കുറിച്ചുള്ള പാത്വേ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ക്രൂഡ് ടച്ച്, ഇതൊക്കെ ആയിരിക്കും ഇതിലേ കൂടി പോവുക. ഇത് പോകുന്നത് ഫൈൻ ടച്ച്, ശരീരം ഇപ്പൊ എവിടെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായി. സോ ഇതെല്ലാം പോകാൻ വ്യത്യസ്ത തരം പാത്വേ ആണ് ശരീരത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് ഇതിന് പേര് പഠിക്കാനാണ് കൺഫ്യൂഷൻ, എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാവില്ല. സോ സിമ്പിളാണ്. ഇത് സ്പൈനൽ കോഡാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചറാണ്. ഇതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ സംഭവം തീർന്നു. സ്പൈനൽ കോഡ് നമ്മൾ പഠിച്ചപ്പോൾ എന്തൊക്കെ പഠിച്ചു? സ്പൈനൽ കോഡിന്റെ അകത്തുള്ള ഭാഗമാണ് ഗ്രേ മാറ്റർ, പുറത്തുള്ളത് വൈറ്റ് മാറ്റർ. നമ്മൾ ട്രാക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ വൈറ്റ് മാറ്റർ മാത്രം പഠിച്ചാൽ മതി, നമുക്ക് ഗ്രേ മാറ്റർ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രസക്തിയില്ല. സോ സ്പൈനൽ കോഡിന്റെ വൈറ്റ് മാറ്റർ എവിടേക്ക് ഇരിക്കുക? ഗ്രേ മാറ്ററിന്റെ പുറത്താണ്. ഗ്രേ മാറ്റർ ഉള്ളിലാണ്. സോ പുറത്തുള്ളത് ഒന്ന് ഇതിന്റെ പുറകുവശത്തുണ്ട്. പിറകുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസ്റ്റീരിയർ ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ ഡോർസൽ എന്നും വിളിക്കും. ഡോർസൽ ഓർ പോസ്റ്റീരിയർ. സൈഡിലുള്ളതിനെ നമ്മൾ എന്ത് പേര് കൊടുക്കും? ലാറ്ററൽ എന്ന് വിളിക്കും. മുൻവശത്ത് നടുവിലുള്ളത് നമ്മൾ എന്ത് വിളിക്കും? മുൻവശം എന്ന് പറയുമ്പോൾ ആന്റീരിയർ അല്ലെങ്കിൽ വെൻട്രൽ എന്നായിരിക്കും നമ്മൾ വിളിക്കുക, ആന്റീരിയർ. സോ ഈ സംഭവം തന്നെയാണ് ഇവിടെ കാണുന്ന ആൻറ്ററോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻവശത്തുള്ള പാത്വേ ആണ്. ഇതിലേ കൂടി സ്പൈനൽ കോഡിന്റെ മുൻവശത്ത് കൂടി പോകുന്ന പാത്വേ ആയിരിക്കും. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിന്റെ സൈഡിൽ കൂടി പോകുന്ന പാത്വേ ആയിരിക്കും. ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന്റെ പുറകുവശത്ത് കൂടി പോകുന്ന പാത്വേ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ പോസ്റ്റീരിയർ. പുറകുവശം തന്നെയാണ് പോസ്റ്റീരിയർ, പുറകുവശം തന്നെയാണ് ഡോർസൽ. സോ പല പേരുകൾ ഇങ്ങോട്ട് മാറി മാറി വിളിക്കുന്നു അത്രേ ഉള്ളൂ. സോ ഈ വഴി കൂടി പോകുന്നത് ഇത് ഫൈൻ ടച്ച് ഒക്കെ ആയിരിക്കും, ഇത് വേദനയായിരിക്കും, ഇത് ക്രൂഡ് ടച്ച് ആയിരിക്കും. അങ്ങനെ ഓരോ പാത്വേ മുകളിലേക്കാണ് പോകുന്നത്, ബ്രെയിനിലേക്ക്. സ്പൈനൽ കോഡാണത്, സ്പൈനൽ കോഡിന്റെ സെക്ഷനാണ്. സോ ഓരോ ഭാഗം അനുസരിച്ച് പോകുന്ന പാത്വേക്ക് നമ്മൾ അനാറ്റമിക്കലി പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പെയിൻ പാത്വേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇതിനെ ഫൈൻ ടച്ച് പാത്വേ എന്ന് പറഞ്ഞിട്ട് വേറെ വിളിക്കാം. ഇനി ഈ പാത്വേയിൽ വരുന്ന ഒരു വേറെ വാക്കാണ് ഈ കോളം. ഇതെന്ത് ഭണ്ഡാരമാണ് എന്ന് വിചാരിക്കണ്ട. സ്പൈനൽ കോഡ് ഇങ്ങനെ, ഇതൊരു സ്പൈനൽ കോഡ്, അതിന്റെ മുകളിൽ ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുകയാണല്ലോ സ്പൈനൽ കോഡിന്റെ ഓരോ സെഗ്മെന്റും. സോ ഇത് ഒരു ഭാഗം ഈ ഭാഗം മാത്രം ഇങ്ങനെ, ഇത് പുറകുവശാന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിന്റെ എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റ ലെയറായിട്ട് പോകും, അപ്പൊ അതൊരു കോളമായിട്ട് വരും. സോ അതുകൊണ്ടാണ് നമ്മൾ കോളം COLUM എന്ന വാക്ക് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുക. സോ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് വേറെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോയേക്കാം. ഇപ്പോൾ സ്പൈനൽ കോഡിലേക്ക് വരുന്ന ഒരു മെസ്സേജ് ഇവിടുന്ന് ഒരു സ്പൈനൽ കോഡിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണ്. ഇതെവിടെയാണ് ഞാൻ വരച്ചത്? പുറകുവശത്താണ്, സ്പൈനൽ കോഡിന്റെ പുറകുവശത്ത്. സോ സെൻസറി സ്പൈനൽ കോഡിന്റെ പിറകുവശത്താണ്. പിറകുവശം എന്ന് വെച്ചാൽ പോസ്റ്റീരിയർ ആണ് ഓർ ഡോർസൽ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ നിന്ന് വിവരം പോകുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ മുൻവശത്ത് കൂടിയാണ് പോകുന്നത്. സോ മോട്ടോർ പോകുന്നത് മുൻവശത്ത് കൂടിയാണ്, ആന്റീരിയർ വശത്ത് കൂടിയാണ് എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ വരുന്ന സെൻസറി ന്യൂറോൺ ഇങ്ങോട്ട് വരികയാണ്. ഇതിന്റെ ഡെൻഡ്രൈറ്റ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഇപ്പൊ എനിക്ക് കുത്ത് കിട്ടി എന്നുള്ള കാര്യം ഇവിടെ അറിയുന്നെങ്കിൽ, ഇതിന്റെ ഇങ്ങോട്ട് പോയി ഇതിന്റെ ന്യൂക്ലിയസ് എവിടെയാണ്? ഇതിന്റെ ന്യൂക്ലിയസ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇവിടെയാണ്. ഇവിടെ ഈ ഭാഗത്തിന് നമ്മൾ എന്താണ് വിളിക്കുക? അതിന് നമ്മൾ വിളിക്കുക ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ എന്നാണ് വിളിക്കുക, അല്ലെ? ഇവിടെയാണ് ഈ സ്പൈനൽ കോഡിൽ ഇതിന്റെ സെൽ ബോഡി ഇരിക്കുന്നത്. സെൽ ബോഡിയിലാണ് ഇതിന്റെ ന്യൂക്ലിയസ് ഒക്കെ ഇരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് പോകുന്ന ആക്സോൺ ആണ് ഇവിടെ ഈ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുക, എവിടെ? ഗ്രേ മാറ്ററിലേക്ക് കണക്ട് ചെയ്യുക എന്നും കൂടി ആലോചിക്കുക. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ പെരിഫറൽ പ്രോസസ് ഉണ്ട്, ആൻഡ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അതിന്റെ സെൻട്രൽ പ്രോസസ് ആണ്. സോ ദിസ് ഈസ് എ സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ ആണ് എന്ന കാര്യവും കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കും. പിന്നെ വരുന്ന നെർവിന്റെ തിക്നെസ് അനുസരിച്ച് പലതരം നെർവുകളുണ്ട്. A ഡെൽറ്റ ഉണ്ട്, A ബീറ്റ ഉണ്ട്, ദെൻ C ഫൈബർ ഏറ്റവും വണ്ണം കുറഞ്ഞത്, അങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളും കൂടിയുണ്ട് എന്നും കൂടിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം.
ഇത്രയും സിമ്പിൾ കാര്യങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ നമുക്കിനി അടിച്ച് കയറി വരാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ പാത്വേ, ഫസ്റ്റ് പാത്വേ ഈസ് ഡോർസൽ കോളം പാത്വേ ആണ് കുറിച്ചിട്ടാണ് നമ്മൾ പറയാ. ഡോർസൽ കോളം പാത്വേ അല്ലെങ്കിൽ വേറെ പേര് ഡോർസൽ കോളം എന്ന് എഴുതിയിട്ട് മീഡിയൽ ലെംനിസ്കസ്, അതെന്താന്ന് ഞാൻ പറയാം. മീഡിയൽ ലെംനിസ്കസ് പാത്ത് അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റീരിയർ പുറകുവശമാണ് പോസ്റ്റീരിയർ കോളം പാത്വേ എന്നും വിളിക്കാം. എന്ത് പേരിട്ട് വിളിച്ചാലും പാത്വേ സെയിം ആണ്. സോ ഈ പാത്വേയിലൂടെ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാ. ഇതാണ് പുറകുവശം, സ്പൈനൽ കോഡിന്റെ പുറകുവശത്തുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ഇത് എൻ്റെ റൈറ്റ് സൈഡാണ്, ഇത് ലെഫ്റ്റ് സൈഡാണ്. ജസ്റ്റ് വെറുതെ വരച്ചു വെച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാത്വേയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് ഫൈൻ ടച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ ഒരാളെ തൊട്ടു എന്ന് പറയുന്നത് ക്രൂ ടച്ച് ആണ്. അതല്ല എന്ത് വെച്ചാണ് തൊട്ടത്, എങ്ങനെയാണ് തൊട്ടത്, ആ തൊട്ടത് നല്ല തൊട്ടാണോ, ബാഡ് ടച്ച് ആണോ, ഗുഡ് ടച്ച് ആണോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവും. രണ്ടാമത്തത് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല എവിടെ, കാലെവിടെ, ശരീരത്തിന്റെ വെയിറ്റ് ഇപ്പം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പൊസിഷൻസ് കൃത്യമായിട്ട് അറിയിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കൂടി പോവുക. 3 വൈബ്രേഷൻ, 4 ടാക്ടൈൽ സെൻസേഷൻ, ടാക്ടൈൽ ലോക്കലൈസേഷൻ എന്ന് വെച്ചാൽ എവിടെയാണ് കൃത്യമായിട്ട് ടച്ച് എന്നാണ് അറിയാം. ദെൻ സ്റ്റീരിയോഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താ, കണ്ണടച്ച് പിടിക്കുന്നതായിരിക്കും. കണ്ണടച്ച് പിടിച്ചാൽ എന്ത്, ഇത് പേനയാണ് നമുക്ക് പറയാൻ പറ്റുന്നൊന്നുണ്ട്. അതിന്റെ സ്ട്രക്ചർ അറിയാം, അതിന്റെ ടെക്സ്ചർ അറിയാം, അതിന്റെ ഷേപ്പ് അറിയാം. അങ്ങനെയൊക്കെ തിരിച്ചറിയുന്നതിനാണ് സ്റ്റീരിയോഗ്നോസിസ് എന്ന് പറയുന്നത്. ദെൻ 2 പോയിന്റ് ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങൾ. സോ ഇതെല്ലാം അറിയുന്നത് ആര് വഴിയാണ്? അറിയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച സെൻസർ റിസപ്റ്റേഴ്സ്, പസീനിയൻ കോപ്പസിൽസ് ആകാം, മിസിനേഴ്സ് കോപ്പസിൽസ് ആകാം. ഇപ്പോൾ പ്രൊപ്രിയോസെപ്ഷൻ ആണെങ്കിൽ ഗോൾജി ടെൻഡൺ ഓർഗൻ ആയിരിക്കാം, അല്ലെങ്കിൽ മസിൽ സ്പിൻഡിൽ, മസിലിനകത്തും ടെൻഡണിനകത്തൊക്കെ ഉള്ള സംഭവങ്ങളിൽ നിന്നാണ് കൈ എവിടെ, കാലെവിടെ എന്നൊക്കെ കൃത്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഏത് പാത്വേയിലൂടെ പോകുന്നത്, ഡോർസൽ കോളം പാത്വേ. സോ ഡോർസൽ കോളം പാത്വേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പാത്വേ എന്ന് ആദ്യം പറയുക, ദെൻ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് കൂടി പോകുന്നതെന്ന് പറയാം. ഈ പറഞ്ഞ സെൻസേഷൻസ് എല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല ഓരോ മിനിറ്റും പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. സോ ഇതിന് പ്രത്യേക ഹൈ സ്പീഡ് ട്രാക്ട് തന്നെ വേണം, ഹൈലി മൈലിനേറ്റഡ് ട്രാക്റ്റുകൾ വേണം. മാത്രമല്ല ബ്രെയിനിലേക്കുള്ള വിവരങ്ങൾ അങ്ങോട്ട് മാത്രം, വേറെ ആരും ഇങ്ങോട്ട് വരണ്ട അല്ലേ. നമ്മളിപ്പോൾ ഒരു റോഡിലാണെങ്കിൽ അങ്ങോട്ട് മാത്രം റോഡാണെങ്കിൽ സുഖമായിട്ട് പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരികയാണെങ്കിൽ നമുക്ക് പണി കിട്ടും. സോ ദിസ് ഡോർസൽ കോളം പാത്വേ ഇങ്ങനെയുള്ള പാത്വേ ആണ്. ഓൺലി സെൻസറി ആൻഡ് മൈലിനേറ്റഡ് ഫൈബേഴ്സ് ആണ്, ഹൈ സ്പീഡ് പാത്വേ ആണ്, നോ മോട്ടോർ ട്രാക്സ്. തിരിച്ചു വരുന്ന ആരും ഈ റൂട്ടിലില്ല എന്ന് വെച്ചാൽ ഈ റൂട്ടിലൊക്കെ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളെ ഇനി കോളത്തിനെ കുറിച്ചാണ് പറയാ. നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പൊ കാലിന്റെ അവിടെ നിന്ന് ഒരു സംഭവം ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഫൈൻ ടച്ചിങ്ങിന് ഒറിജിനേറ്റ് ചെയ്യുന്നു, അത് ഇവിടെ എത്തുന്നു. ഇതിന്റെ സെൽ ബോഡി ഇവിടെ ഉണ്ട്. സോ ഇതാണ് അതിന്റെ ആക്സോൺ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ നിന്നാണ് ഇമ്പൾസ് വരുന്നത്. ഓക്കെ, സോ ദൂരെയുള്ള കാലിലായതുകൊണ്ട് ഇത് വന്ന് ചേരുന്നത് ഇവിടെ ആയിരിക്കും. ഈ സംഭവമൊക്കെ ഇവിടെ ആയിരിക്കും, മീഡിയനിലായിരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞ് കയ്യിലേക്കാണെങ്കിൽ ഇവിടെ വരും, പെഡലിയിൽ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ പിന്നെ ഇവിടെ ആയിരിക്കും വരിക. സോ അപ്പോൾ ഏറ്റവും അടിവശത്ത് താഴത്തുള്ള ഇത് ചെറുതായിരിക്കും, പിന്നെ ഇങ്ങനെ ഇത് വരും. ആൻഡ് ഈ വരുന്നതിന്റെ പേര് ഒരു ബണ്ടിലായിട്ടായിരിക്കും തീരുക. അതിനെ നമ്മൾ വിളിക്കുക ഗ്രസൈൽ ഫാസിക്കുലസ് എന്നാണ്. ഗ്രസൈൽ ഫാസിക്കുലസ് എന്നായിരിക്കും വിളിക്കുക. അപ്പോൾ ഈ ട്രാക്റ്റിന് ശേഷം ഇനി നമ്മുടെ വയറിൻ്റെ അവിടെ നിന്ന് വരുന്നു, പല ഭാഗത്ത് വരുന്നൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്ത് ഇനിയിപ്പോൾ കൈയിൻ്റെ അവിടെ നിന്നും വരണം അല്ല. ഇനിയിപ്പോൾ അടുത്ത സ്പൈനൽ കോഡ് ലെവലാണെന്ന് വയ്ക്കുക, ഇത് മുകളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഇപ്പം ഇത് കൈയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഹാൻഡായി, കാലുമായി. അപ്പോൾ ഈ വരുന്നത് ഇങ്ങനെ വന്നത് അവിടെ പെടലേക്ക് ആകുമ്പോഴത്തേക്കും അത് ഇവിടെ ആയിരിക്കും പിടിക്കും രണ്ടാമത്. സോ ഇതിനെ നമ്മൾ ക്യൂനേറ്റ് ഫെസിക്കുലസ് എന്നാണ് വിളിക്കുന്നത്. സോ ക്യൂനേറ്റ് ഫെസിക്കുലസ് ആൻഡ് ഗ്രസൈൽ ഫെസിക്കുലസ്. ഗ്രസൈൽ ഇവിടെ, ഇത് ക്യൂനേറ്റ്. ഇങ്ങനെ മുകളിലേക്ക് പോകുകയാണ്, 2 ബണ്ടിലായിട്ട്. ആൻഡ് പോകുന്നത് ഇപ്സിലാറ്ററൽ ആണ്. ഇപ്സിലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് ഞാൻ ആദ്യമേ ഏതുകൊണ്ടാണ് ഇത് ഇടതുവശമാണെന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് സ്പൈനൽ കോഡിൽ കൂടി തന്നെയാണ് മുകളിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രസൈൽ ഫെസിക്കുലസും ക്യൂനേറ്റ് ഫെസിക്കുലസും കൂടി ചേർന്നതാണ് ഡോർസൽ കോളം പാത്വേ. ഈ ട്രാക്ട് ഇങ്ങനെ പോയി എവിടം വരെ എത്താമെന്ന് വെച്ചാൽ അത് ബ്രെയിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള മെഡുല്ലയിലെത്തുന്നു. മെഡുല്ല നമ്മൾ വരയ്ക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വരയ്ക്കുക.
അല്ലെ, ഇങ്ങനെ ആണ് ബ്രെയിൻ മെഡുല്ല വരയ്ക്കുക. സോ മെഡുല്ലയിലെത്തുന്നു, മെഡുല്ലയിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, 2 ന്യൂക്ലിയസ് ഉണ്ട്. ഒന്ന് ഗ്രസൈൽ ന്യൂക്ലിയസ്, അടുത്തത് ക്യൂനേറ്റ് ന്യൂക്ലിയസ്. അവിടെ പോയി 2 അവസാനം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ അവസാനിക്കുന്ന ഇതാണ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. സോ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഓഫ് ദ സെൻസറി അല്ലെങ്കിൽ ഡോർസൽ കോളം പാത്വേ സ്റ്റാർട്ട്സ് ഫ്രം ദ ഏരിയ ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ദ ക്യൂനേറ്റ് ആൻഡ് ഗ്രസൈൽ വെസിക്കുലസ് ഓഫ് ദ മെഡുല. ഇവിടെ നിന്നാണ് ഇനി സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ആരംഭിക്കുന്നത്. പിന്നെ മെഡുലയിൽ വെച്ച് നമ്മൾ പറഞ്ഞു ഇത് എന്ത് സംഭവിച്ചു, മെഡുലയിലുള്ള ന്യൂക്ലിയസ് അല്ലെ, ഗ്രസൈൽ ന്യൂക്ലിയസ് ആൻഡ് ക്യൂനേറ്റ് ന്യൂക്ലിയസിലാണ് അവസാനം. അപ്പോൾ ഇതേപോലെ വലതുവശത്തും വരുന്നുണ്ട്. ഇത് റൈറ്റ് സൈഡ് ആണ്. സോ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ ന്യൂക്ലിയസിൽ അവസാനിക്കുന്നുണ്ട്, ഇതിന് ഇവിടെ അവസാനിക്കുന്നുണ്ടെന്ന് കൂട്ടിയാൽ ഇവിടെ വെച്ചിട്ട് ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇടതുവശത്ത് നിന്ന് വന്നത് ഇങ്ങോട്ടേക്കും വലതുവശത്ത് നിന്ന് വന്നത് ഇങ്ങോട്ടേക്കും തിരിയും. അതിനെ നമ്മൾ വിളിക്കുക ക്രോസ് ഓവർ അല്ലെങ്കിൽ സെൻസറി ആണ്. അപ്പോൾ സെൻസറി ഡെക്കുസേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. സോ സെൻസറി ഡെക്കുസേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇപ്സിലാറ്ററൽ ആണോ? അല്ല. ഇപ്പൊ എന്തായി? ഇപ്പൊ കോൺട്രാലാറ്ററലായി. എന്ന് വെച്ചാൽ വലതുവശത്തുള്ള വിവരങ്ങൾ ഇപ്പൊ ബ്രെയിൻ്റെ ഇടതുവശത്തേക്കാണ് പോകാൻ പോകും, വലതുവശത്തുള്ള വിവരങ്ങൾ ബ്രെയിൻ്റെ ഇടതുവശത്തേക്കും ആയിരിക്കും പോകാൻ പോകും. സോ ഇവിടെ വെച്ചിട്ടാണ് അത് തിരിയുക. അപ്പോൾ ഇവിടെ നിന്ന് ആരംഭിച്ചു പോകുന്ന ഈ ട്രാക്ട് ഇതാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺ. സോ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ സ്റ്റാർട്ട് ഫ്രം ദ മെഡുല. മെഡുലയിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂനേറ്റ് ന്യൂക്ലിയസ് ആൻഡ് ഗ്രസൈൽ ന്യൂക്ലിയസ് എന്ന് ആരംഭിക്കുന്നു. ആൻഡ് ഈ വരുന്നതെല്ലാം ഉണ്ട പോലെ ആയിരുന്നിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇവയെ വെസിക്കുലസ് എന്ന് വിളിച്ചത്. ഇത് ഞാൻ എന്താ വരച്ചത് ഉണ്ട പോലെയല്ല, ഇതൊരു റിബൺ പോലെയാണ് വരച്ചത്. ഇനിയിപ്പം നേരെ മുകളിലേക്ക് പോയി എവിടെ അവസാനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലാമസ് ഉണ്ട്, തലാമസിൽ പോയിട്ടാണ് അവസാനിക്കുക. തലാമസിൽ പോയി അവസാനിക്കുകയാണ്. സോ ഇത് സെക്കൻഡ് ഓർഡർ ന്യൂറോണിനെ നമ്മൾ വിളിക്കുന്നത് റിബൺ പോലെയുള്ളതിനെ റിബണ് വേറെ ഏതോ ഒരു ഭാഷയിൽ ലെംനിസ്കസ് എന്നാണ് വിളിക്കുക. നടുവിലുള്ളതായതുകൊണ്ട് മീഡിയൽ ലെംനിസ്കസ്. സോ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഫ്രം ദ മെഡുല്ല ടു ദ തലാമസ്, അതിനെയാണ് നമ്മൾ മീഡിയൽ ലെംനിസ്കസ്. സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡോർസൽ കോളം മീഡിയൽ ലെംനിസ്കസ് പാത്വേ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സോ ഇതാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി എന്താ പോകേണ്ടത്? ഇനി തലാമസിൽ നിന്ന് ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി കൂടി താഴ്ത്തി വരയ്ക്കേണ്ടായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു അമ്പാനെ, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഇനി പോകേണ്ടത് ബ്രെയിനിലേക്കാണ്. തലാമസിൽ നിന്ന് ബ്രെയിനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ തലാമസിൽ ഇതെവിടെ പോയി അവസാനിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻട്രൽ പോസ്റ്റീരിയർ ലാറ്ററൽ അല്ലെങ്കിൽ VPL. ഇതൊന്ന് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. VPL ന്യൂക്ലിയസിൽ വന്നായിരിക്കും അവസാനിക്കുക. സോ ഇതാണ് സ്പൈനോ തലാമിക് പാത്ത്. ഇനി തേർഡ് ഓർഡർ ന്യൂറോൺ ആണ് ആരംഭിക്കേണ്ടത്. അത് ഇതിലേക്കൂടിയൊക്കെ പോവുക. ഇപ്പം ഞാൻ താഴ്ത്തു വരയ്ക്കാം. ഇത് തലാമസ് ആണെന്ന് വിചാരിക്കുക. VPL ഒന്ന് അവസാനിക്കുന്നു. ഇപ്പോൾ വേറെ കളർ എടുക്കാം. തേർഡ് ഓർഡർ ന്യൂറോൺ ഇവിടെ നിന്ന് ആരംഭിക്കണം. ഇത് ഇനി പോകുന്നത് ഇന്റേണൽ ക്യാപ്സ്യൂൾ. ഇന്റേണൽ ക്യാപ്സ്യൂൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. പല ഓർഗൻസിന്റെയും ഉള്ളിലൂടെയാണ് പോവുക. സോ തേർഡ് ഓർഡർ ന്യൂറോൺ ഇങ്ങനെ പോയി ഇന്റേണൽ ക്യാപ്സ്യൂൾ വഴി, പിന്നീട് ഒപ്റ്റിക് റേഡിയേഷൻസ് വഴി സെറിബ്രൽ കോർട്ടക്സിന്റെ എല്ലാ ഭാഗത്തും വെച്ചാൽ എവിടെയാണ്? സെൻസറി ഭാഗത്തേക്ക് എത്തും. സെൻസറി കോർട്ടക്സിൽ പോയി ചേരും. സോ ഇതാണ് തേർഡ് ഓർഡർ ന്യൂറോൺ. സോ തേർഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാമസിൽ നിന്ന് ബ്രെയിനിലെ കോർട്ടക്സ് സെൻസറി കോർട്ടക്സിലേക്ക് പോകുന്നതാണ് തേർഡ് ഓർഡർ ന്യൂറോൺ. സെൻസറി കോർട്ടക്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളുണ്ട്. സെൻസറി ഹോമൻകുലസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതെന്താണെന്ന് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ കയ്യിലെ ആണോ എന്ന് കൃത്യമായിട്ട് അവിടെ അറിയാൻ പറ്റും, അത്രയേ ഉള്ളൂ. എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആ ഭാഗത്തേക്കായിരിക്കും പോകുന്നത്, അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. സോ ഇനി ബാക്കി വിവരങ്ങൾ ബ്രെയിനിന്റെ പല ഭാഗത്തും കൂടി എത്തുമ്പോഴത്തേക്കും ഈ ഇപ്പോൾ ഫൈൻ ടച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൊപ്രിയോസെപ്ഷൻ ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യം കിട്ടും. സോ ഇതാണ് ഡോർസൽ കോളം പാത്വേ. സോ ഡോർസൽ കോളം പാത്വേ അതിന്റെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ സ്റ്റാർട്ട് ഫ്രം ഹിയർ, സെൻസറി ഓർഗനിൽ നിന്ന് തുടങ്ങി അത് മെഡുല്ല വരെ പോകും. സെക്കൻഡ് ഓർഡർ ന്യൂറോൺ മെഡുല്ലയിൽ നിന്ന് ആൻഡ് ന്യൂക്ലിയസിൽ നിന്ന് തലാമസ് വരെ പോകും. അപ്പോൾ തന്നെ സ്പൈനോ തലാമിക് ട്രാക്ട് ആയി. ദെൻ തേർഡ് ഓർഡർ ന്യൂറോൺ തലാമസിൽ നിന്ന് കോർട്ടക്സിലേക്ക് പോകും. സോ ഇത്രയേ ഉള്ളൂ ഡോർസൽ കോളം പാത്വേ. അപ്പൊ അടുത്തത് ആന്ററോ ലാറ്ററൽ പാത്വേ ആണ് അസെൻഡിങ് ട്രാക്റ്റിലുള്ളത്. ആന്ററോ ലാറ്ററൽ ഞാൻ മാറ്റി എഴുതിയേക്കാം. ലാറ്ററൽ പാത്വേ രണ്ടാണ്, ഒരുമിച്ച് നമ്മൾ പറയുന്നുള്ളൂ. ആന്റീരിയർ ആൻഡ് ലാറ്ററൽ പാത്വേ രണ്ടാണ് എങ്കിലും ഒരുമിച്ച് പറയുമ്പോൾ ആൻഡ്രോ ലാറ്ററൽ പാത്വേ എന്ന് പറയും. സോ മുൻവശത്തുള്ളതാണ്. സോ ഇതാണ് ഇതിലെ ആന്ററോ ആൻഡ് ഇതാണ് ലാറ്ററൽ സൈഡിൽ. സോ ഇവിടെ വരുന്ന വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പെയിൻ വേദന, 2 ടെമ്പറേച്ചർ. സോ ഇത് രണ്ടുമാണ് ഒരു സ്ഥലത്ത് വരിക. രണ്ടാമത്തെ സൈഡിൽ വരുന്നത് ക്രൂഡ് ടച്ച്, പ്രഷർ, ടിക്കിൾ, ഇച്ച് അങ്ങനെയൊക്കെയുള്ള സംഭവം. സോ ഇത്
ഇതെല്ലാം ബേസിക് സെൻസേഷൻസ്. ഹൈ സ്പീഡിൽ ഇപ്പോൾ അർജന്റായിട്ടൊന്നും എത്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സ്പെഷ്യൽ വണ്ടി വിളിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. സാധാ KSRTC തീവണ്ടിയിലൊക്കെ പോയാൽ മതി. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞത് ഇത് സെൻസറി മാത്രം പോകാനുള്ള പാത്ത് വേ ആയിരുന്നു ഡോർസൽ. ഇതിൽ ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്, കുറച്ച് പാത്ത് വേ ഇങ്ങോട്ട് മോട്ടോറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ഇത് പോകുന്നത് ഈ പാത്ത് വേയിലൂടെയാണ്, ലാറ്ററൽ പാത്ത് വേയിലൂടെയാണ്. ലാറ്ററൽ പാത്ത് വേയിലൂടെയാണ് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ പോകുന്നത്. അപ്പോൾ ആൻറ്റീരിയർ പാത്ത് വേയിലൂടെ പോകുന്നത് എന്തായിരിക്കും? പ്രധാനമായിട്ടും ക്രൂഡ് ടച്ച് ആണ് ആൻറ്റീരിയർ പാത്ത് വേയിലൂടെ പോകുക. സോ ലാറ്ററൽ കോളം പാത്ത് വേ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ പെയിൻ പാത്ത് വേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ വിളിക്കാം. സോ പെയിൻ പാത്ത് വേ ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് പെയിൻ അനാൽജസിക് പാത്ത് വേ, നാർക്കോട്ടിക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കുക. സോ ഈ പെയിൻ തന്നെ ഫാസ്റ്റ് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഷാർപ്പ് ലോക്കലൈസ് പെയിൻ, സ്ലോ പെയിൻ. സോ ഏതൊക്കെയായാലും ഇതിലൂടെ തന്നെയാണ് പോവുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഡൾ ഏക്കിംഗ് പെയിൻ, അങ്ങനത്തെ ഒക്കെ പെയിനുകളുണ്ട്. സോ ഈ പാത്ത് വേ ലാറ്ററൽ കോളം പാത്ത് വേയിലാണ് വരിക എന്ന് ആലോചിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ എവിടെ നിന്ന് ആരംഭിക്കണം? ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഒരു പെയിൻ ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്നു, അത് ഇവിടെ വരുന്നു. ഓക്കെ, ലാറ്ററൽ കോളം പാത്ത് വേയിൽ എത്തുന്നു. അത് സ്കിന്നിൽ നിന്നൊക്കെ ആയിരിക്കും വരിക, സ്പൈനൽ കോഡിൽ അവസാനിക്കുന്നു. സോ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൽ അവസാനിക്കും. മറ്റത് അങ്ങനെ ആയിരുന്നില്ല. ദെൻ സ്പൈനൽ കോഡിൽ നിന്ന് തന്നെ വീണ്ടും അടുത്ത ന്യൂറോൺ ഇവിടുന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. സെക്കൻഡ് ഓർഡർ ഇവിടുന്ന് തന്നെ ആരംഭിക്കും. ആൻഡ് ഇതിനിടയിൽ വേറെ കുറെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇന്റർ ന്യൂറോൺ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും, വേദനയൊക്കെ ഒന്ന് ലഘൂകരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതിവിടെ നിന്ന് തുടങ്ങി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് ഇതേ സെഗ്മെന്റിലൂടെ ഇങ്ങോട്ടേക്ക് കടക്കും. ഇങ്ങോട്ടേക്ക് കടന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുന്നത് ഇവിടെ ഞാൻ വരയ്ക്കേണ്ടി വരും. ഇവിടെയുള്ള ലാറ്ററൽ കോളത്തിലൂടെയാണ് മുകളിലേക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് മറ്റേതായിട്ടുള്ള വ്യത്യാസം എന്താ? മറ്റേത് ഇങ്ങനെ തന്നെ പോവുമായിരുന്നു, ഇത് ഇവിടെ അവസാനിച്ചു, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു, ദെൻ ഇവിടെ. സോ ദിസ് ഇസ് ജന്മനാ കോൺട്രാലാറ്ററൽ. ഏത് സ്പൈനൽ കോഡ് സെഗ്മെന്റിലാണോ ആരംഭിക്കുന്നത് അവിടെ വെച്ചിട്ട് തന്നെ ഇത് കോൺട്രാലാറ്ററൽ ആയിട്ടാണ് പോവുക. ബ്രെയിനിൽ എത്തിയിട്ട് മെഡുല്ലയിൽ വെച്ചിട്ട് വീണ്ടും അങ്ങനെ ക്രോസ് ഓവർ നടക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇനി ആന്റീരിയർ കോളം പാത്ത് വേയെ കുറിച്ച് കൂടി പറയാം. ആന്റീരിയർ കോളം നമ്മൾ പറഞ്ഞു ക്രൂ ടച്ചിനാണ്. സോ ഇവിടെ ഒരു തൊട്ടു, സോ ഈ മെസ്സേജ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു, ഇവിടെ ഇതൊക്കെ ഉണ്ട്, അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അവസാനിക്കും. സോ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഇവിടം വരെ ഉള്ളൂ. അവിടെ നിന്ന് അടുത്ത ന്യൂറോൺ ആരംഭിക്കുന്നു, ഇതേപോലെ ക്രോസ് ഓവർ ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ട് തന്നെ ക്രോസ് ഓവർ ചെയ്തിട്ട് ഇവിടെയാണ് ആന്റീരിയർ കോളം, ഇവിടെ വരച്ചിരിക്കുന്നത് ഇവിടെയാണ്. സോ ഇവിടെ ആന്റീരിയർ കോളത്തിലെത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക്. സോ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു പാത്ത് വേ കൂടി ഉണ്ട് ഇതിന്റെ ഒപ്പം പോകുന്നത്, അതും കൂടി ജസ്റ്റ് പറഞ്ഞേക്കാം. അതിന്റെ പേര് സ്പൈനോ ടെക്ടൽ പാത്ത് വേ എന്നാണ്. സോ അതും ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ കൂടെ വന്നിട്ട് ടെക്ടം വരെ മാത്രമേ പോകുന്നു. എന്തായാലും അതും കൂടി പോകുന്നുണ്ട്. ഓക്കെ, വിഷ്വൽ റിഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എവിടെ വെച്ചിട്ടൊന്നും കയറുന്നില്ല. ഇത് കഴുത്തിന്റെ ഏരിയ അല്ലെങ്കിൽ മുകളിൽ കൈയുടെയൊക്കെ മുകളിലെത്തുമ്പോൾ കണ്ണുമായിട്ടുള്ള ബന്ധമാണ്, അവിടേക്ക് എത്തുമ്പോൾ മാത്രം കയറുന്ന ഭാഗമാണ്. സോ ഇത് ഇങ്ങനെ മുകളിലേക്ക് മൂന്നും കൂടി പോവുകയാണ്. സോ ഇപ്പോൾ വന്ന ആന്റീരിയർ കോളം, ലാറ്ററൽ കോളം ആൻഡ് ടെക്ടൽ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. ഇവ ഒറ്റ ബണ്ടിലായിട്ടാണ് തലാമസിലേക്ക് പോവുക. സോ ഇതിനെ നമ്മൾ വിളിക്കുക, ഈ ബണ്ടിലായിട്ട് ഒറ്റ ബണ്ടിലായിട്ട് പോകുന്നതിനെ നമ്മൾ വിളിക്കുക സ്പൈനൽ ലെംനിസ്കസ് എന്നാണ്. സ്പൈനൽ ലെംനിസ്കസ് എന്നാണ് വിളിക്കുക. സോ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ എന്ന് വെച്ചാൽ സ്പൈനൽ കോഡിൽ നിന്ന് ആരംഭിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് മെഡുല്ലയിൽ സ്റ്റോപ്പ് ഉണ്ടോ? മെഡുല്ലയിൽ സ്റ്റോപ്പ് ഇല്ല. മെഡുല്ല വഴി പോൺസ് വഴി മിഡ് ബ്രെയിൻ വഴി അങ്ങനെ പോയി അതിന്റെ മുകളിലുള്ള തലാമസിൽ പോയിട്ടാണ് ഇത് അവസാനം. ഓക്കെ, സോ ഇതാണ് സ്പൈനൽ ലെംനിസ്കസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഇവിടെ എത്തി, തലാമസിലെത്തി. പിന്നെ തലാമസിൽ നിന്ന് പഴയതുപോലെ തന്നെ തേർഡ് ഓർഡർ ന്യൂറോൺ തലാമസിൽ നിന്ന് ആരംഭിക്കും. വീണ്ടും സ്ഥലം തികഞ്ഞില്ല, സൂക്ഷിച്ചില്ല, അമ്പാന് ശ്രദ്ധയില്ല. അപ്പോൾ അത് ബ്രെയിൻ്റെ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. 2 തലാമസ് ഉണ്ട്. സോ ഇവിടെ ഒരു വ്യത്യാസം വെച്ചാൽ തലാമസിൽ നിന്ന് വന്നതെല്ലാം കോർട്ടക്സിലേക്ക് പോകണമെന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വേദന, സ്ലോ പെയിൻ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്ലോ പെയിൻ അത് സി ഫൈബറിലൂടെ വരുന്നതാണ്. സോ അത് റെറ്റിക്കുലാർ ഫോർമേഷനിലേക്കായിരിക്കും കുറച്ച് പോവുക. സോ അപ്പോൾ അതുകൊണ്ട് റെറ്റിക്കുലാർ ഫോർമേഷൻ വെച്ചാൽ നമ്മൾ ഉണർന്നിരിക്കുന്നതാണ്. ഊണും ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് അയ്യോടെ വേദനയുണ്ടേ എന്ന് പറഞ്ഞ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി തലാമസിൽ പെയിനകത്തൊരു ഇമോഷണൽ കമ്പോണന്റ് ഉണ്ട്. അതുകൊണ്ട് തലാമസിൽ നിന്ന് പോകുന്ന ചിലത് സിംഗുലേറ്റ് ഗൈറസിലേക്ക് പോകും. സിംഗുലേറ്റ് ഗൈറസ് ആണ് വേദനയുടെ ഇമോഷണൽ കണ്ടന്റ് ഡീൽ ചെയ്യുന്നതാണ്. മറ്റൊരു ഭാഗം പോകുന്നത് ഇൻസുലാർ കോർട്ടക്സിലേക്കാണ്. ഇൻസുലാർ കോർട്ടക്സ് എന്ന് പറയുമ്പോൾ ഓട്ടോണോമിക് റിഫ്ലക്സ് ആണ്. അപ്പോൾ വേദന ഉള്ളപ്പോൾ നമുക്ക് ഛർദ്ദിൽ, ഓക്കാനം, വേർപ്പുകൾ, ഹൃദയമിടിപ്പ് കൂടുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമല്ലോ വേദന. സോ അത് ബിക്കോസ് ഓഫ് ദിസ്
ദിസ് ഇൻസുലാർ കോർട്ടെക്സ്. സോ അവസാനം കുറച്ച് ഭാഗങ്ങളാണ് എവിടേക്ക് പോവുക, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സെൻസറി കോർട്ടെക്സിലേക്ക് പോകുക. സെൻസറി കോർട്ടെക്സിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു ഭാഗം, അത് പഴയ പോലെ തന്നെയാണ്. നമ്മളുടെ ഇന്റേണൽ ക്യാപ്സ്യൂൾ വഴി, കൊറോണ റേഡിയേറ്റർ വഴി ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിലേക്ക് പോകും. സോ ബ്രെയിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സംഭവം വേദന എന്ന് പറയുന്ന സാധനം. സോ ഇതാണ് ആൻറ്ററോലാറ്ററൽ പാത്വേ. സോ ഇവിടെ 2 പാത്വേ ആണ് പറഞ്ഞത്, ആൻറ്റീരിയർ പാത്വേയും പറഞ്ഞു, ലാറ്ററൽ പാത്വേയും പറഞ്ഞു. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തുടങ്ങുന്നു, ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ സ്പൈനൽ കോഡിൽ അവസാനിക്കുന്നു, സെക്കൻഡ് ഓർഡർ ന്യൂറോൺ സ്പൈനൽ കോഡിൽ നിന്ന് തുടങ്ങുന്നു, അത് തലാമസ് വരെ നീണ്ടു നിൽക്കുന്നതാണ്. തേർഡ് ഓർഡർ ന്യൂറോൺ ആണ് തലാമസ്. മറ്റേ നമ്മൾ പറഞ്ഞത് ഡോർസൽ കോളം പാത്വേ ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഇവിടെ നിന്ന് ആരംഭിച്ച് മെഡുല്ല വരെ ഉണ്ടത്, മെഡുല്ല വരെ വലിയ ന്യൂറോൺ ആയിരിക്കും. ദെൻ മെഡുല്ലയിൽ നിന്ന് തലാമസിലേക്ക് മെഡുല്ലറി, അല്ലെങ്കിൽ നമ്മൾ അതിനെ മീഡിയൽ ലെംനിസ്കസ് എന്നാണ് പറഞ്ഞത്. ദെൻ തലാമസിൽ നിന്ന് തേർഡ് ഓർഡർ. സോ ഇതാണ് അസെൻഡിങ് ട്രാക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസെൻഡിങ് മോട്ടോർ ട്രാക്സ് ആണ് പറയേണ്ടത്. സോ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ പെയിൻ പാത്വേ എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് ചോദിക്കുക. പെയിൻ പാത്വേ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻ്റെ മറ്റേ വീഡിയോ കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.